أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء والطارق وما النجم الثاقب إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا. السلام عليكم ورحمة الله وبركاته. ബഹുമാനമുള്ള വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ഇന്നലെ നമ്മൾ സൂറത്തുൽ അഅല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നുള്ള സൂറത്തിനെ കുറിച്ചും അതിൻ്റെ വിശദീകരണവുമാണ്, ആശയസംഗ്രഹവുമാണ് പറഞ്ഞത്. ഇന്ന് ബഹുമാനനായ ഷുഐബ് ഉസ്താദ് മാഷാ അല്ലാഹ് നമ്മുടെ മുമ്പിൽ വളരെ ഭംഗിയായിട്ട് ഓതി തന്ന സൂറത്തുൽ ത്വാരിഖാണ്. വസ്സമാഇ വത്വാരിഖ് വമാ അദ്റാക മത്വാരിഖ് എന്ന് പറയപ്പെടുന്ന സൂറത്ത്, എന്ന് ആരംഭിക്കുന്ന സൂറത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലും ആകാശത്തെയും അതേപോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെയും സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. അതിനെല്ലാം പ്രത്യേകമായ വർണ്ണനകളും പ്രത്യേകതകളുമെല്ലാം അല്ലാഹു തആല പറയുന്നുണ്ട്. അത് വലിയ വിശദീകരണത്തേക്ക് ആവശ്യമുള്ളതായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ചുരുക്കത്തിൽ ആകാശം തന്നെയാണ് സത്യം, അതേപോലെ തുളച്ചു വരുന്ന നക്ഷത്രങ്ങൾ തന്നെയാണ് സത്യം. തീർച്ചയായിട്ടും മനുഷ്യർ, ആ മനുഷ്യർക്ക് എല്ലാ ആത്മാക്കൾക്കും ഒരാൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു സംരക്ഷകനുണ്ട്, ഒരാൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഹാഫിദ് ഉണ്ട്. അപ്പം മനുഷ്യനെ എല്ലാ സമയത്തും ഉണ്ടാകേണ്ട ചിന്തയാണ് എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. ആ ചിന്തയാണ് മനുഷ്യനെ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിക്കേണ്ടത്, നന്മയിലേക്ക് അവനെ അടുപ്പിക്കേണ്ടത്. ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സ്ഥലത്ത് ചെല്ലുമ്പോൾ, അവിടെ CCTVയുടെ കീഴിലാണ് നിങ്ങൾ എന്നുള്ള എഴുത്ത് കാണുമ്പോൾ അവൻ്റെ ശ്രദ്ധ കൂടുന്നു, അവൻ്റെ അശ്രദ്ധ മാറുന്നു. ഇവിടെ ശ്രദ്ധ കൂടാനും അശ്രദ്ധ മാറാനുമുള്ള കാരണം ഈ CCTVയിലൂടെ എന്നെ നോക്കപ്പെടുന്നു എന്നുള്ള ഒരു ചിന്തയാണ്, എന്നെ ഒരാൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്തയാണ്. ഈ ചിന്ത സദാ ഉണ്ടാകണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശരീഫിൽ ധാരാളം സ്ഥലത്ത് വ്യത്യസ്തമായ
രീതിയിലൂടെ നമ്മോട് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, മനുഷ്യൻ അവരുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചു കൊള്ളട്ടെ. മനുഷ്യന് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ സംശയം വന്നേക്കാം ചില സമയങ്ങളിൽ. മരണശേഷമുള്ള ജീവിതത്തിന്റെ അനന്തതയും അതേപോലെ തന്നെ അതിൻ്റെതായ അത്ഭുതങ്ങളുമെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന സംഭവങ്ങളെല്ലാം അവന് മുമ്പിൽ പറയപ്പെടുമ്പോൾ പക്ഷെ അവന് ഇതൊക്കെ നടക്കുന്നത് തന്നെയാണോ, ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും വന്നേക്കാം. ആ മനുഷ്യനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ വന്ന വഴി നോക്കാൻ വേണ്ടി പറഞ്ഞത്. ഭ്രൂണശാസ്ത്രം എന്തെന്ന് പോലും അറിയപ്പെടാത്ത ഒരു കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനെ സൃഷ്ടിപ്പിച്ചതായ അത്ഭുതങ്ങളെ കുറിച്ച് ഖുർആൻ ശരീഫിലൂടെ വിശദീകരിക്കുന്നത്. അതിലെ ഓരോ ഘട്ടം ഘട്ടമായി വിശദീകരിക്കുന്നു. എന്തിനാണ്? വന്ന വഴികൾ ഇത്രത്തോളം ശരിയാണ് എങ്കിൽ ഇനി പോകാനുള്ളതും ശരിയാണ് എന്ന് അല്ലാഹു തആല അറിയിക്കുകയാണ്. അത് ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണ്. ഒരു 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 ജ്യോത്സ്യത്തിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു കാര്യത്തിലും ജ്യോത്സ്യന്മാരെ സമീപിക്കാൻ പാടില്ല. നമുക്കറിയാം, മനുഷ്യന് അമലുകൾ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം സംഭവം പറയാം. ഒരു മനുഷ്യൻ തൻ്റെ ഒരു ആവശ്യത്തിന് തിരുവനന്തപുരത്തേക്ക് പോയി. അദ്ദേഹം ഓഫീസിൽ ഒരു MLA അല്ലെങ്കിൽ ഒരു MPയോ MLAയോ അദ്ദേഹത്തിന്റെ PAയോ കാണാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അദ്ദേഹം MLAനെ കണ്ടു. പക്ഷെ MLA കാണാൻ സാധിച്ചില്ല. PA കണ്ടപ്പോൾ പറഞ്ഞു വൈകുന്നേരം വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ക്ഷീണിച്ച് ഒരു ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഒരു ജ്യോത്സ്യൻ വഴിയിലിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ വാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കതിൽ വിശ്വാസമല്ല, ഞാൻ വിശ്വസിക്കൂല. അല്ല നീ വാ, ഞാൻ വെറുതെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഈ ജ്യോത്സ്യൻ ഇദ്ദേഹത്തോട് പറയാണ്, നിങ്ങൾ ഇന്നലെ രാത്രി കോഴിക്കോട് നിന്നും ഇന്ന ട്രെയിനിൽ തിരുവനന്തപുരം വരെ വന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് വന്നിട്ട് നിങ്ങൾ ഇന്ന സമയത്താണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത്. അവിടെ നിങ്ങൾ ഈ നമ്പർ ഓട്ടോറിക്ഷയിൽ ഇന്ന നിറത്തിലുള്ള ഷർട്ടിട്ട അല്ലെങ്കിൽ ഇന്ന രൂപമുള്ള ഡ്രൈവറുടെ കൂടെ നിങ്ങൾ MLAയുടെ ഓഫീസിലേക്ക് പോയി. ആ പോകുന്ന വഴി ഇന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു. MLA കാണാൻ സാധിച്ചത് MP ആണ്, അദ്ദേഹത്തിന്റെ PA ആണ് കണ്ടത്. PAയുമായി നിങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് തിരിച്ച് ഇപ്പോൾ നിങ്ങൾ ഇന്ന ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് ഈ ജ്യോത്സ്യം പറഞ്ഞു. ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത് ഒരു നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറയണം. അതല്ലാതെ ജ്യോത്സ്യന്മാർക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ 40 ദിവസത്തെ അല്ലെങ്കിൽ വർഷത്തെ സർവ്വ അമലുകളും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുക്ക് ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാരാണ് ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന ആൾക്കാർ. അപ്പൊ ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് അവസാനിച്ചു. അദ്ദേഹം ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കിക്കൊണ്ട് ഇയാൾക്ക് ഇങ്ങനെ ഇത്ര കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറയാൻ സാധിച്ചു. അപ്പം അതിനുശേഷം ഇതേപോലെ പക്ഷേ നിങ്ങൾ ഇന്ന് രാത്രി ഇന്ന ട്രെയിനിൽ മടങ്ങിപ്പോകാനാണ് ടിക്കറ്റ് എടുത്തുള്ളത്. പക്ഷേ എനിക്ക് നിങ്ങളോട് കാര്യം പറയേണ്ടത്, നിങ്ങൾ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ ട്രെയിനിൽ നിങ്ങൾ പോകരുത്. കാരണം ആ ട്രെയിൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിലെത്തുമ്പോൾ നിങ്ങൾ ബോഗിയുള്ള ഭാഗമടക്കം ആ പാലം തകരും. അങ്ങനെ നിങ്ങൾ ആ വെള്ളത്തിലേക്ക് വീഴും എന്ന് പറയുകയാണെങ്കിൽ ആ മനുഷ്യൻ ആ ട്രെയിനിൽ കയറുമോ ഇല്ലയോ? ഇവിടെ കയറൂല എന്ന് നമ്മൾ എല്ലാവരും പറയും. എന്തുകൊണ്ടാണ്? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% സത്യമാണ് എങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങളും സത്യം തന്നെയാണ് എന്ന് മനുഷ്യന്റെ മനസ്സ് ഓട്ടോമാറ്റിക്കലി അംഗീകരിക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, മനുഷ്യരെ പുനർജീവിതത്തെക്കുറിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഏതെങ്കിലും നിമിഷം ഒരു സംശയം നിങ്ങൾക്ക് വരികയാണെങ്കിൽ, അങ്ങനെ ഉണ്ടോ, സ്വർഗ നരകങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടോ എന്നൊരു തോന്നൽ വരികയാണെങ്കിൽ ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ, നിങ്ങൾക്ക് ഇപ്പോൾ ഇനി അങ്ങോട്ട് പോകാനുള്ള വഴി ഞാൻ പറഞ്ഞ് കേൾക്കാൻ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതാ ഞാൻ നിങ്ങളെ പടച്ചത്, ഇതാ നിങ്ങൾ ഇങ്ങനെയായിരുന്നു, മണ്ണിലായിരുന്നു, പിന്നെ അത് നിങ്ങൾ ഇന്ദ്രിയമായി മാറി, പിന്നെ അത് ഗർഭാശയത്തിലേക്ക് എത്തി, പിന്നെ ഗർഭാശയത്തിലെ ഘട്ടങ്ങൾ ഇന്ന രൂപത്തിലായിരുന്നു, അവിടെ ഇത്ര മാസം ഈ കോലത്തിലായിരുന്നു, പിന്നെ ഈ കോലത്തിലായിരുന്നു, പിന്നെ അത് ഈ കോലത്തിലായി, പിന്നെ ഭൂമിയിലേക്ക് വന്നു. സുമ്മൈനക്കും ബാലതാരിക്കുള്ള മയ്യത്തൂർ, ഇപ്പൊ നിങ്ങൾ ഇവിടെ എത്തി, നിങ്ങൾ അങ്ങോട്ട് പോകുന്നതാണ്. സുമ്മൈനക്കും ഖിയാമത്തി സുബ്ഹാസ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രീതിയാണ് മരണാനന്തര ജീവിതത്തെ കുറിച്ച്. മനുഷ്യർ അവന്റെ സൃഷ്ടിപ്പ് ഏത് രൂപത്തിൽ എവിടുന്ന് അവൻ വന്നത് ഒന്ന് ആലോചിച്ചു കൊള്ളട്ടെ.
ഒരു തുള്ളി വെള്ളം അല്ലെ, അതിന്റെ ഒരു തുള്ളി വെള്ളത്തിന്റെ കോടിക്കണക്കിന് അംശത്തിൽ ഒരു അംശത്തിൽ നിന്നാണ് മനുഷ്യന്റെ ഗർഭം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടായിത്തീരുന്നത്. ഇതിൽ അല്ലാഹു തആല പറയാണ്, പിന്നെ ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ യൗമ തുബ്ല സറായിർ, രഹസ്യങ്ങളെല്ലാം പരസ്യമാകുമ്പോൾ നൽകപ്പെടുന്ന ഒരു ദിവസത്തിലേക്ക് വേണ്ടി മനുഷ്യനെ മടക്കപ്പെടുന്നതാണ്. അത് ആകാശം തന്നെയാണ് സത്യം, മഴ ചുരിയുന്ന, അതേപോലെ കൃഷികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഭൂമി തന്നെയാണ് സത്യം. ഇതെല്ലാം സത്യമായ വാക്കുകൾ തന്നെയാണ്, വെറുതെ തമാശയോ ഇന്നഹു ഒമാഹു ബിൻ ഹസ്ൽ, ഒരു നേരം പോക്ക്, ഒരു അനാവശ്യമായ വർത്തമാനമല്ല. മനുഷ്യന്റെ പുനർജീവിതവും അള്ളാഹുവിലേക്കുള്ള യാത്രയാക്കലും രഹസ്യങ്ങളെ പരസ്യമാക്കപ്പെടലും എല്ലാം സംഭവിക്കുന്നതാണ്. പക്ഷെ അല്ലേ പ്രവാചകരെ, ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങേ കളിയാക്കുന്ന നിസ്സാരമാക്കി കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇന്നഹും യക്കീദൂന കൈദ വഅക്കീദു കൈദ, അവര് കുതന്ത്രങ്ങൾ മെനയുകയാണ്, അവർ പ്ലാൻ തയ്യാറാക്കാണ് ഇസ്ലാമിനെ, ദീനെ, ഖുർആൻ നശിപ്പിക്കാൻ വേണ്ടി. എനിക്കും ചില പ്ലാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇസ്ലാമിനെ നശിപ്പിക്കാൻ, ഇസ്ലാമിനെ ചീത്ത പറയുന്ന ആൾക്കാർ, പ്രവാചകനെ കുറ്റം പറയുന്ന ആൾക്കാർ, ദീനെ കളവാക്കുന്ന ആൾക്കാർ, പരസ്യമായിട്ട് അള്ളാഹുവിനെയും പ്രവാചകന്മാരെയും ആക്ഷേപിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ആകാശം ഇടുത്തി വീഴാത്തത്, എന്തേ ഓർക്ക് എന്തേ ബോംബ് പൊട്ടിയിരുന്ന മരിക്കാത്തത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നു വേണ്ട. കുറച്ച് ദിവസത്തേക്ക് ഞാൻ അങ്ങനെ വിട്ടേക്കാണ്, അവരെങ്ങനെ അടിച്ചു പൊളിച്ചിങ്ങനെ ഭൂമിയിൽ ജീവിക്കട്ടെ, പക്ഷേ ഞാൻ അവരെ പിടിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കി പടച്ചവനെ ചിന്തയിൽ ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى ال محمد وبارك وسلم عليه. اللهم اجعل جمعنا هذا جمع مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم إنا പാവങ്ങൾ പുറത്ത് മാപ്പാക്കി തരണം പഠിച്ചോനെ. അള്ളാഹുവെ ദീനിയ ചിന്തകൾ നസീബാക്കി തരണം അള്ളാഹുവെ. അള്ളാഹുവിനെ ഇഫ്ഫത്ത് സിഹത്ത് സലാമത്ത് അനുഗ്രഹിക്കണം അള്ളാഹുവെ. കുടുംബത്തിൽ കൺകുടുംബ നസീബാക്കണം പഠിച്ചോനെ. മക്കളെ സ്വാലിഹ്യങ്ങളാക്കി തരണം അള്ളാഹുവെ. കടങ്ങൾ പ്രയാസങ്ങൾ ഇല്ലാതാക്കണം അള്ളാഹുവെ. ചെറുതും വലുതുമായ രോഗത്തെ തൊഴിൽ ഞങ്ങളെ കാക്കണം അള്ളാഹുവെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കണം പഠിച്ചോനെ. ഈമാൻ കൊണ്ട് അവരെ നസീബാക്കി പഠിച്ചോനെ. അള്ളാഹു ജന്നത്തുൽ ഫിർദൗസിൽ നിന്റെ ഹബീബിന്റെ കൂടെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരോടും കൂടെ ഒരുമിച്ച് ഉല്ലസിക്കാണ് തൗഫീഖ് നൽകണം അള്ളാഹുവെ. അതുപോലെ വഴിയിൽ എവിടെയും ഒരു അദാബിലോ ഹിസാബിലോ ഒന്നും ഞങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഞങ്ങളെ സഹായിക്കുന്നവരെ ആരും നീ കൊടുക്കുന്നത് അള്ളാഹുവെ. ആമീൻ ആമീൻ റഹ്മത്തുക യാ റഹ്മാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.